Hello Makalai, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர், with me my best friend Busha. Hi friends. Thank you Busha for joining. Thank you மச்சான். ஓகே, துல்கர் சல்மான் ஃபேன்ஸ்க்காக நம்ம சேனல்ல நம்ம ஒரு போல் போட்டிருந்தோம். அந்த போலோட வின்னர் உஸ்தாத் ஹோட்டல். ஸோ இன்னைக்கு நம்ம பார்க்க போற மூவி உஸ்தாத் ஹோட்டல். இது என்ன ஃப்ரேம்? Photo frame. இந்த மொக்க ஜோக்கிக்கு அடிப்பாங்க. சும்மா சொல்றேன். ഫൈസിന്റെ കഥ ഓൻ ജനിക്കുന്നതിനേക്കാൾ മുമ്പേ തുടങ്ങിയിരിക്കുന്നു. நடக்கிற மாதிரியே காட்டுறாங்க. தெரியலையே, ஆனா சூப்பரா இருக்குல்ல. இந்த வீடு செட்டப் எல்லாம் தாத்தா பாட்டி வீடுலாம் ஆமா. பிரெக்னெண்டா இருக்காங்களோ? நினைக்கிற ஸ்வீட் கொடுத்து சொல்றாங்க. അതെ അൽഹംദുലില്ലാ. അങ്ങനെ ഞമ്മക്കൊരു മോൻ, ഓനൊരു സുന്ദരനാവും. ഞമ്മൾ ഓന് ഫൈസലിന് പേരിടും, എന്നിട്ട് ഫൈസിന്ന് വിളിക്കും. ഞമ്മൾ ഉണ്ടാക്കണ സ്വത്തുക്കളുടെ ഒക്കെ അവകാശി. അതാണ് നമ്മൾ പറഞ്ഞ് പൈസ ജനിക്കുന്നതിന് മുമ്പേ ഓന്റെ കഥ തുടങ്ങിയിരിക്കുന്നതെന്ന്. ஏன் கடைசியில் பொண்ணு ஆயிட்டா? ஏன் இப்படி சொல்றாங்க? பாப்போம், ட்விஸ்ட் இருக்கும். 9 മാസത്തില് അബ്ദുൾ റസാഖ് ഫരീദക്ക് വാങ്ങി കൊടുക്കാത്ത ഒന്നുമില്ല. ഓളെ ഇവங்க ജനിപ്പിച്ച് ബുദ്ധിച്ച് മാമിയാർ കൊണ്ടു നടന്നു. தமிழ் இண்டஸ்ட்ரியில. அப்படியா? ஆமா. അങ്ങനെ ഒടുക്കം ഓരാഗ്രഹിച്ച ആ ദിവസം വന്നെത്തി. പൈസലാ പെൺകുട്ടിയാ. ഓല് ഓക്ക് ഫാത്തിമ എന്ന് പേര് കണ്ട് അബ്ദുൾ റസാഖിന് ഫൈസിയെ കിട്ടാൻ വേണ്ടി ഓല് വേഗം അടുത്ത കുഞ്ഞിനുള്ള പണി നോക്കി. അങ്ങനെ ഫരീദ ഒന്നുകൂടെ പ്രസവിച്ചു. ட்விஸ்டா എന്തുകൂട്ടിയാ? പെൺകുഞ്ഞാ. റീട്രൈയാ. ഓല് ഓക്ക് ഫൗസിയ എന്ന് പേര് കണ്ട് അടുത്ത കൊല്ലതാ ഫരീദ പിന്നെയും പ്രസവം മുറിയില്. അടുത്ത കൊല്ലം അതേ സ്ഥലം അതേ സമയം. പഠിച്ചാൽ ഒരു ആൺകുട്ടി ആയിരിക്കണേ പഠിച്ചോനെ. ஐயோ அழுது. പെൺകുട്ടിയാ. சே, மனசுடஞ்சு போயிட்டேன். ഓളെ വിളിച്ച പേര് ഫസീഹ. എங்கே പോറാ? കുടുംബങ്ങൾ വലുതായി വന്നപ്പം അബ്ദുൾ റസാഖിന്റെ കച്ചവടം വലുതായി. 2 കൊല്ലം കഴിഞ്ഞപ്പോ ഫരീദക്ക് പിന്നെയും വിശേഷമായി. പക്ഷെ ഇത്തവണ പ്രസവിക്കാൻ നേരായപ്പോഴേക്കും അബ്ദുൾ റസാഖ് ദുബായിലേക്ക് പുറപ്പെട്ടു. ദുബായ് പോയിട്ടാ. ഫരീദന്റെ ആരെങ്കിലും ഉണ്ടോ? யாருமே இல்லையா? ഫരീദന്റെ ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. ആൺകുട്ടിയാ. அது ஃபைனலி அவர் ஊர்ல எல்லாம் போயிட்டாரு. என்னப்பா ஹீரோ இன்ட்ரோடக்ஷன் எப்படி இருக்கு? என்ன ஆனந்தம். ഹലോ, അതുല്ലേ? അൽഹംദുലില്ലാ. എല്ലാം ഒരു കിനാവാണെന്ന് തോന്നുമ്പോഴേക്കും എന്റെ പൈസ എത്തിയല്ല. അൽഹംദുലില്ലാ. തുടർച്ചയായിട്ടുള്ള പ്രസവങ്ങൾ കാരണം ഫരീദക്ക് തീരെ സുഖമില്ലാണ്ടായി. ഓളെല്ലാരും പോയി. അതെ. ഓനെ കാണാത്തൊരു ബാപ്പന്റെയും ഓനെ കൊണ്ട് എന്താ ചെയ്യണ്ടേന്ന് അറിയാത്ത 4 കൊച്ചിത്താത്തന്മാരെ അടുത്താണ് ഫൈസിന്റെ ഉമ്മ ഓനാക്കി പോയത്. மாறி மாறி யாராவது ஒருத்தன் கிட்டதான் அழுகை நிப்பாட்டுவாங்கன்னு நினைக்கிறேன். அவரோட தான் செட் ஆகுறாரு போல. மச்சான் கிராண்ட் ஃபாதர்டா. நான் இப்பதான் யோசிக்கிறேன். கிராண்ட் ஃபாதர் அவரு. ദാ യൂട്യൂബ് കുളത്തി തൂക്കിട്ടുണ്ടാங்களே. അന്നായിരുന്നു ഫൈസിയുടെ നാവില് ആദ്യമായിട്ട് മധുരം തൊട്ടത്.
போட்டாங்க டைப் ஆமா போட்டாங்க. ഫരീദാന്റെ മരണത്തിന് ശേഷം അബ്ദുൾ റസാഖ് മക്കളെ ദുബായിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ஓ பரவாயில்ல எல்லாத்தையுமே கூட்டிட்டு போயிட்டாரு. അമ്മേ. ഉമ്മ ഇല്ലാത്ത ആ വീട്ടിലെ പൈസനെ വളർത്തിക്കൊണ്ടെന്ന് ഓന്റെ 4 ഇത്താത്തമാരുണ്ട്. ഓരോ ദുനിയാവിലും മനസ്സിലും അടുക്കളയിലും കൂടിയായിട്ട് അങ്ങനെ വളർന്നു. நைஸ்ல ഉമ്മ ഇല്ലാത്തതിന്റെ കുറവ് കഴിയണതും ഓൻ അറിയിച്ചിട്ടില്ല. ഓന് വേണ്ടി ഉമ്മ ഉണ്ടാക്കുന്നത് പോലത്തെ പലഹാരം വരെ അവൻ ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ വിചാരിക്കുന്നതിന് മുമ്പേ ഓരോ അടുക്കള കയ്യിലാക്കി. ഓരോ പണികളൊക്കെ ഓരോ തമാശയും കളികളൊക്കെ ആക്കി മാറ്റി ഓരോരെ രസിപ്പിച്ചു. പക്ഷേ ഇതൊന്നും ഓലെ വാപ്പക്ക് ദഹിച്ചില്ല. ഡാ, അനക്കെന്താണ്ട് അടുക്കളയിൽ പണി? ഇങ്ങോട്ട് വേണം. வளர்ந்துட்டாங்களா? അങ്ങനെ പൈസ ഒരു ചെറുപ്പക്കാരനാണ്. ஆமா இந்த சீசன்ல எல்லாம் பயங்கர ஃபேன்ஸ் இருந்தாங்கல்ல துர்கா சல்மானுக்கு. குக்கிங்ல இன்ட்ரெஸ்ட் போல. அதான் தங்கச்சி அக்கா கூட எல்லாம் வளர்ந்து பயங்கர இன்ட்ரெஸ்ட் ஆயிடுச்சு அவருக்கு. மாலாக்கா இவங்களா மலா அக்கா? ஆமா പെൺകുട്ടികളുടെ പ്രായമായപ്പോ അബ്ദുൾ റസാഖ് ഓരോരുത്തരും പേർഷ്യയെ തന്നെ നിക്കാഹ് ചെയ്തു കൊടുത്തു. ഫൈസി, ഇന്നാ മോൻ ഓരോന്ന് ശരിക്ക് വായിച്ചു നോക്ക്. മോനും കൂടെ ചേർന്നിട്ട് വേണം ഉപ്പാക്ക് പുതിയ കുറെ കച്ചവടത്തിലൊക്കെ ഇറങ്ങാൻ. അല്ലാ. இந்த காலேஜ் ப்ரௌச்சர்ஸா? ഫൈസി, തീരുമാനിച്ചോ? UK US? ഞാനെല്ലാം വായിച്ചു നോക്കിയപ്പോ UK US എല്ലാവരും പോലും ഒരു MBA എടുത്തിട്ട് എന്തിനാ? ഇപ്പൊ എന്റെ ശരിയായ ബിസിനസ് സെൻസ് ബാക്കിയുള്ള കച്ചവടക്കാർക്ക് തിരിയണമെങ്കിൽ എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യണ്ടേ? സ്വിറ്റ്സർലൻഡിൽ ഒരു ബെസ്റ്റ് കോഴ്സ് ഉണ്ട്. അടുത്ത ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ആ, ഒരു 5 സ്റ്റാർ ഹോട്ടൽ നടത്താൻ പറ്റൂ. ഓഫ് കോഴ്സ്. സ്വന്തമായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു 5 സ്റ്റാർ ഹോട്ടൽ തുടങ്ങാം. കുറെ കാലം വെപ്പുകാരന്റെ ചെക്കൻ അബ്ദൂന്ന് ഉപ്പാനെ വിളിച്ച നാട്ടുകാരെ കൊണ്ട് ഈ അബ്ദുൾ റസാഖ് നിന്റെ മോൻ വിളിപ്പിക്കണം കേട്ടാ. இவர் வேற ஏதாவது ஆமா எனக்கு தெரிஞ்சு இந்தியா வந்துருவாரோ. நைஸ் ட்ரான்சிஷன். இவங்க சிஸ்டர்ஸா? കാര്യങ്ങൾക്ക് കുഴപ്പത്തിലേക്കാണ് നീങ്ങുന്നത്. ഫൈസിന്റെ സ്വിറ്റ്സർലൻഡിലെ കോഴ്സും കഴിഞ്ഞു. ഓരോന്റെ ഗേൾഫ്രണ്ടും കൂടിയിട്ട് ലണ്ടനിൽ വീടെടുത്ത് താമസിക്കാനാ പരിപാടി. ഈ ചെക്കിന് ഇത് എന്തിന്റെ കേട്? ഇത്ര കാലത്ത് ബേജാറാക്കല്ലേ? തിരിഞ്ഞടിക്കാൻ വേഗം പ്ലാൻ ഉണ്ടാക്കി നോക്കും. மச்சான் 4 அம்மாக்கு கணக்கே. என்ன சொல்ல வந்து? இல்ல ഉപ്പ ഇതൊന്നും അറിയാണ്ട് എത്രയും പെട്ടെന്ന് ഓനെ തിരിച്ചു കൊണ്ടുവരണം. அப்ப அவன் சுவிட்சர்லாந்துல தான் படிச்சிருக்கான். ஆ லண்டன்ல அவன் கேர்ள் ஃப்ரெண்டோட இருக்கான். ஆ ஏன் இந்தியா வருவான்னு நினைச்சேன். അടുത്ത ഇന്ത്യ தான் நினைக்கிறேன். എയർപോർട്ടിന് നേരെ നമ്മളെ പുരയിലേക്ക് വരാൻ ഫൈസിക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലെ? എന്റെ മോൻ ഞാൻ പറഞ്ഞതിന്റെ അപ്പുറത്ത് നിൽക്കൂല. ഞമ്മളെ കുടുംബത്തിൽ തന്നെ പെട്ട വേറെ ആൾ ഓന്റെ പിന്നാലെ കൂടുന്നതിന് മുന്നേ ഞമ്മക്ക് ഇതങ്ങോട്ട് ഉറപ്പിക്കാൻ இறங்கும் பொழுதே கப்பல இறங்க போறாரு. சிங்கிளா தான் வராரு. ஓ இதெல்லாம் துருக்கருக்கு இவ்வளவு கேர்ள் ஃப்ரெண்ட்ஸ் இருந்தாங்க. ഫൈസി, ഇത് കല്ലുമത്തോടിയിൽ ആര്യാര എന്റെ ഭാവിയിലെ പ്രധാനപ്പെട്ട ഒരാളാണ്. ഇവരൊക്കെ ആരാ? അന്ന പുയ്യാപ്ലാക്കം വന്നവരാ പേര് മോനെ. இது பயங்கர சர்ப்ரைஸா இருக்கும்ல. ஆமா എന്നോട് വർത്തമാനം പറയാൻ ഒരു കൂടി കാത്തിക്കുണ്ട്. இவ்வளவு நாள் இல்லாம எங்கதுரா வந்தீங்க சுத்திங்கிற மாதிரி. ഹലോ, ഇത്താത്ത കമ്പനി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ക്രിസ്റ്റീനയുടെ കാര്യം. പിന്നെ എന്തിനാ വെറുതെ? നമുക്കൊക്കെ അറിയാം. എന്നാലൊന്ന് പോയി കാണുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. മദാമ അടുത്ത ഫ്ലൈറ്റിൽ വരുന്നുണ്ട്. സർപ്രൈസ്. ഒരു തമാശ പറഞ്ഞു. ഓള് സ്പെയിനിലേക്ക് ഹോളിഡേക്ക് പോയതാ. 10 ദിവസം കഴിയുമ്പോ ഇവിടെ ലണ്ടനിലെ ഫ്ലാറ്റ് റെഡിയോ. അപ്പോഴേക്കും രണ്ടാൾക്കും തിരിച്ചെത്തണം. എന്റെ ഫൈസി
ഒന്നില്ലെങ്കിൽ കാണാൻ നല്ലൊന്നിന് കണ്ടുപിടിച്ചൂടെ? Amma could just be rolling up on this spot. Cause this spot has അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. അത്രയൊക്കെ സുഖായിന മോനെ. ഓ, ഉഷാറായിരുന്നു. ഓ നിത്യമേനൻ. ഷഹാന, செம்ம cute. വാ റസാഖ്. நம்ம ஓகே கண்மணி பேர்ல ചെല്ലുവാ. മോനെ അങ്ങോട്ട്. എന്തൊക്കെയായാലും വിദേശത്ത് നമ്മുടെ നാടിന്റെ ഒരു സുഖമൊന്നും കിട്ടൂലല്ലേ ഫൈസലെ? സുഖമൊക്കെ ഉണ്ട്, Please. പക്ഷെ ഇവിടുത്തെ പലഹാരമൊന്നും കിട്ടൂല. പഴയ കാലമൊന്നുമല്ല. ഫൈസലും ഷഹാനയും എനിക്ക് നേരിട്ട് കണ്ട് വർത്താനം പറഞ്ഞോട്ടെ. அதுக்கு எதுக்கு நான் காவல் தெய்வங்கள்? அதானே. வாஹா நித்യമേനൻ സമയം എടുക്കണേ. ഹായ്, ഐ എം ഫൈസൽ. ഷഹാന, നിങ്ങളോട് അവർക്ക് എന്താ പറഞ്ഞതെന്നറിയില്ല. ഞാൻ ആക്ച്വലി പ്രിപ്പയർഡ് ആയിരുന്നില്ല. how sweet. Yeah, it is cute and romantic, but ചായയിൽ എത്ര പഞ്ചസാര വേണമെന്ന് ചോദിച്ചത്. Amma could just be rolling up on this spot. two please. Cause this spot has a spot up on this spot. എൻ്റെ ഫാമിലി വളരെ ഓർത്തഡോക്സ് ആണ്, പക്ഷെ ഞാനല്ല. ഇങ്ങനെ തനിച്ച് വർത്താനം പറഞ്ഞ സംബന്ധിച്ചപ്പോ ഇവിടെ ഇരുന്ന് സംസാരിച്ചോളാൻ പറഞ്ഞത് എന്തിനാണല്ലോ? നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സ്പോട്ടാണിത്. മേലെ നോക്കിയ എൻ്റെ വല്യുപ്പ, എളയപ്പ, ഉമ്മ. ഇടത്തോട്ട് തെളിവ്. നോക്കിയ ഇത്താത്ത, ഓരോ ഭർത്താവ്, കുട്ടികള് എല്ലാരും ഉണ്ടാവും. പറയുള്ള ഓരോരുത്തരും. പക്ഷെ നമ്മൾ പറയുന്നൊന്നും അവർക്ക് കേൾക്കാൻ പറ്റില്ല. നിങ്ങളെന്തിനാ ഒരു അറേഞ്ച് മാരേജിന് റെഡി ആയത്? നിങ്ങളെപ്പോലെ ഒരാള് എഡ്യൂക്കേറ്റഡ് അബ്രോഡ് എവിടെയെങ്കിലും ഒരു വെള്ളക്കാരി ഗേൾ ഫ്രണ്ട് ഉണ്ടാവേണ്ടതാണല്ലോ. Amma could just be rolling up on this spot. ഞാൻ എന്തിനാ അറേഞ്ച് മാരേജ് നോക്കുന്നത്? എനിക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിക്കാഹി കഴിക്കില്ല. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫാമിലി വളരെ ഓർത്തഡോക്സ് ആണ്. I see. നിക്കാഹ് കഴിക്കുകയാണെങ്കിൽ എനിക്കൊരു ഈക്വൽ പാർട്ട്ണറെ വേണം. അവനവൻ്റെ നിലപാടിനൊപ്പം എൻ്റെ ചിന്തകളും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാള്. ഇത്താത്താസൻ കമ്പനി പറഞ്ഞിരുന്നു നിങ്ങൾ അങ്ങനെ ആയിരിക്കുമെന്ന്. ഇത്താത്താസിന് എങ്ങനെ അറിയാം? ആദ്യം ഒരു ഇത്താത്ത വന്നിരുന്നു പെണ്ണ് കാണാൻ, പിന്നെ ബാക്കിയുള്ളവരെ കൂട്ടിയിട്ട് വന്നു. அவங்க அக்கா குரூப் ഇതിപ്പോ പെണ്ണ് കാണലിന്റെ മൂന്നാമത്തെ റൗണ്ടാ. Great. ഞാൻ സ്വിറ്റ്സർലൻഡിൽ പോയി പഠിച്ചത് ഷെഫിന്റെ ജോലിക്കാ. நினைச்சு. ഷെഫ് ഉം. ഷെഫ് എന്ന് പറഞ്ഞ ഭക്ഷണം ഉണ്ടാക്കുന്ന വെള്ളത്തൊപ്പി. അത് തന്നെ. ലണ്ടനിൽ ഒരു 5-star ജോയിന്റ് ഉണ്ട്, ദി ഐവി റെസ്റ്റോറന്റ്. എനിക്ക് അവിടെ സൂ ഷെഫിന്റെ പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. ഐ ബി ജോയിനിങ് ഇൻ എ വീക്ക്. എക്സ്ക്യൂസ് മീ. She's walked out. அவ்வளவுதான். എന്തോ പറ്റി അബ്ദുള്ളാക്ക്? നമുക്ക് വേഗം പോകാം. ഉപ്പ വല്ലാതെ ചൂടായി പോയേക്കുന്നു. நல்ல வீடு. 3 കൊല്ലായിട്ട് ഈ എന്നോട് നുണയും പറഞ്ഞ് സ്വിറ്റ്സർലൻഡിൽ നമ്മളെ പൈസ ദൂരത്തടിക്കുക എങ്ങനെയാണ്? അങ്ങനെ കാര്യം വന്നതായിരിക്കും. ഞാൻ എന്നോട് പറഞ്ഞ സാധാരണ എംബി അല്ലാതെ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ചെയ്യാൻ. വ്യത്യാസം? എന്ത് വ്യത്യാസം? കുട്ടിക്കാലം പോലെ കേൾക്കണ്ട. വെബ്കാരൻ പോയിന്റെ മോനെ അതൊന്നും ആ പേരൊന്നും മാഞ്ഞു പോകാൻ നമ്മളെ പെരുത്ത് അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്കൊരു പേരും നിലയും വിലയുണ്ട്. അപ്പോഴാണ് നമ്മുടെ വ്യത്യാസത്തിലുള്ള വെപ്പ് പോലെ. അനക്ക് പേരൊന്നും കണ്ടില്ല. എന്നാലും അനക്കെങ്ങനെ ധൈര്യം എന്നോട് കഥ പറയാ കയ്യില് ഉപ്പ എങ്ങനെ എന്തെങ്കിലും ഒന്നും പറയും. നിങ്ങളുടെ ദേശം ഞാൻ കള്ളം പറഞ്ഞല്ലോ, അതാണ് ഷെഫിന്റെ പണി എടുക്കുന്നത്. ഷെഫിന്റെ പണിയാണ്. അതിനെ നമ്മൾ സമ്മതിച്ചിട്ട് വേണ്ടേ? അങ്ങനെ ഇടങ്ങേറാക്കാനൊന്നും എന്നെ വിടൂല പോനെ. ആചാര്യ സ്ഥലത്ത് നമ്മള് പൈസ ഇറക്കിട്ട് 5-star ഹോട്ടൽ ഉണ്ടാക്കും. ഈ അത് നടത്തുകയും ചെയ്യും, ആചാര്യ പോലെ തന്നെ കെട്ടുകയും ചെയ്യും. പിന്നെ എന്തിനാണ് ഇത്രയും പൈസ യൂറോയിൽ ചെലവാക്കിട്ട് തന്നെ വിദേശത്ത് അയച്ച് നമ്മൾ പഠിപ്പിച്ചത്? നിങ്ങളെ കാശ് ഞാൻ തിരിച്ചു തരാം. തിരിച്ചു തരാന്നോ? വാങ്ങി. വാങ്ങി. തിരിച്ചു തരാം. ലണ്ടനിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്. ആ ശമ്പളം കിട്ടുമ്പോൾ നിങ്ങളുടെ കാശ് ഞാൻ അയച്ചു തരാം. പറ്റൂലടാ, ഒരൊറ്റ പൈസ തിരിച്ചു തരാൻ പറ്റൂല. എന്റെ ഈ പഠിപ്പും സ്റ്റൈലും ഒക്കെ ഉണ്ടല്ലോ, എന്റെ പൈസ എന്റെ ബലത്തില. ഇപ്പൊ എന്റെ ബാങ്കിലെ ക്രെഡിറ്റ് കാർഡ് വെച്ചോണ്ടുള്ള ബാലൻസിൽ അതിന്ന് നമ്മൾ നിർത്തിച്ചു തരാം കേട്ടോ. ஐயோ. போச்சு 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 போச்சு. ഇതൊന്നും ഇല്ലാണ്ട് അനക്ക് എന്ത് വിലയാണ് ഉള്ളതെന്ന് കാണാൻ. എന്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇച്ചാതി വർത്താനം പറയുന്ന. അന്റെ ഉമ്മ ഞമ്മക്ക് എന്നും ഇടങ്ങേറെ തന്നിട്ടുള്ളൂ. അന്നെ തന്നപ്പോ നമ്മൾ സന്തോഷിച്ചു. പക്ഷെ ഇപ്പഴല്ലടാ കാര്യം തിരിഞ്ഞത്. அழப்பாவி. சோ. പൈസ അനക്ക് നമ്മള് നാളെ രാവിലെ വരെ സമയം തരും. അന്റെ ഉപ്പപ്പാനെ പോലെ ഒരു വെപ്പുകാരനാവാനാണെങ്കിൽ പിന്നെ അനക്ക് ഈ പോരയിലും കുടുംബത്തിന് സാധനം ഉണ്ടാവൂല. ഇത് വെറുമ്പാക്കല്ല പൈസൽ. അനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. പൈസ நைட்டோட நைட்டா கிளம்புறானா? அப்படிதான் நினைக்கிறேன்.
கால் வரைக்கும் நாங்கள் பட்டையும் கொடுத்துருக்காரு. அசுரா வாங்கிட்டு போறாரா என்ன? இருக்கலாம். பணம் எடுக்க நினைக்கிறேன். பாஸ்போர்ட் பாஸ்போர்ட் பாஸ்போர்ட். പണമും പണം പ്രീ പ്ലാൻഡ്. നല്ലോണം ആലോചിച്ചാണ് മോനെ. ആലോചിച്ച് അബ്ദുള്ളക്ക് ഞാൻ ആഗ്രഹിച്ചൊരു ലൈഫുണ്ട്, അത് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് പറ്റൂല. நின்ன ஒட்டகம் போயிட்டு இருக்கு. கேரளா வந்துட்டான். எஸ். அவங்க அப்பா ஹோட்டல். அவங்க அப்பாவுக்கு பிரச்சனை இல்லை, இவங்க அந்த இதே ஜென்ரேஷனா அது மாத்தரலாம்னு வந்துட்டாருன்னு நினைக்கிறேன். நைஸ் நைஸ் தான். எஸ். നിൽക്കാമെന്ന ഫൈസിമോൻ ആക്ച്വലി ഇത്താത്തമാർ ഉപ്പാനടുത്ത് പറഞ്ഞ എന്റെ പാസ്പോർട്ട് ഒക്കെ തിരിച്ചു കിട്ടുന്നവരെ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ. അഞ്ചിത്താത്തവരെങ്ങനെ പറയോ? എനിക്ക് വേണ്ടി പറയാൻ ഓരെന്നല്ലേ ഉള്ളൂ. അത് ശരിയാ. ആകെയുള്ള ചെക്കനെ നട്ടലില്ലാത്തവനാക്കാൻ ഒരു പറഞ്ഞല്ലേ പറ്റൂ. പുസ്തകം നോക്കി ചോറ് വെക്കാൻ പഠിച്ചവനാ. കുറച്ച് എരിയുമ്പോഴേക്ക് അറിയട്ടല്ലേ. பழம்புரி புட்டு. சொல்லு மீன். குட்டியா இருந்த காலி புள்ளியிட பார்த்து முடிச்சோன்னே எனக்கு அப்படியே டெம்ட் ஆகுது. ഉമ്മനെ ഓ ഓനെ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കേ. பாசமா சொல்றாரு தாத்தா. വലൈക്കും അസ്സലാം. എടാ അസു, ഇതാണ് ഫൈസല്, ഉസ്താദിന്റെ പേരക്കുട്ടിയ. ഇപ്പൊ ചൂടോടെ അമേരിക്കയിൽ വന്ന വീട്ടിലിട്ടോ ഈ ചൂടോടെ ചായ ആക്ച്വലി അമേരിക്ക അല്ല, യൂറോപ്പാണ്. അല്ല അത് രണ്ടും നമുക്കറിയാം. അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ മനസ്സിലായി. ഇല്ല ഉസ്താദിന്റെ പേര് അതിന് ഉസ്താദ് കിടാങ്ങളൊക്കെ എടാ പോത്തെ ദുനിയാവിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉസ്താദ് അത്ര ഓപ്പൺ അല്ല, പ്രത്യേകിച്ച് ഫാമിലി കാര്യത്തിൽ. ഞാൻ നേരെ തിരിച്ച നമുക്ക് 2 ഭാര്യമാരും 9 കുട്ടികളും. ആദ്യത്തെ 4 കുട്ടികളും, രണ്ടാമത്തെ 5. ഒന്നിന് പോണ്ട വേല. നമുക്ക് 4 വീട്ടന്മാരാ. അത് രതി ജോണി, അത് ബാബു സാബ്. ഒരൊറ്റ വെച്ചത് ഒരുത്തരം കൂടി ഡിസ്മൈൽ എവിടെയെങ്കിലും നിങ്ങളെ പരിചയപ്പെടുത്തിയ ഇല്ല. ഇത് ഉമ്മ കാര്യം തന്നെ പറയാനാണ്. പക്ഷെ മൂപ്പരോട് എന്താ ചെയ്യുന്നത്? രാവിലെ മുതൽ ഇവിടെ വന്നിട്ട് വൈകുന്നേരം കൂടുതൽ മതിപ്പിക്കല്ലേ. ഇവിടെ വന്ന് ഇരുന്ന് അങ്ങനെ പാടി പോകെ കല്ലുമക്കായ. We are Kallumakayas. That's the name of the band. Yep. Dude, I like your hair. ആയിട്ടോ. എന്തേ എന്താ എന്റെ അഭിപ്രായം? ആ ജീൻസ് ഇട്ട പൂച്ചക്കുട്ടി ഓടിപ്പോവാനാണ് സാധ്യത. പക്ഷേ നിന്ന് കിട്ടിയാൽ ഇവൻ പുലിയോ. ജീൻസ് പൊട്ടക്കുട്ടി പൂളക്കുട്ടി. Christina, some crazy things have happened here in India. Need to talk to you soon. Can you call me on +91 98473 45676? I miss you like crazy. Love you lots. Kisses, Faizi. Okay. Bye, baby. ബ്രൗസിംഗ് സെന്റർ. വണ്ടി എടുക്കും. நீ நோட் பண்ணி அந்த உஸ்தா ஹோட்டல் நேம் போட்டிருக்காங்க அந்த வண்டியில. அப்படிதான் நினைக்கிறேன். എനിക്കടുത്ത ലൈസൻസ് ഒന്നുമില്ല. അതിന് ഈ വേദാറാവണ്ട. നമ്മളെ വണ്ടിക്ക് രജിസ്ട്രേഷനും ഇല്ല. அவர் ரொம்ப டேக் இட் ஈஸி டைப்பா இருக்காரு. ஆமா. എന്താണ്ടോ തവക്കൽത്തു അലല്ലാഹി എന്ന് പറയായിരുന്നു. നീ വിട്ടോ പുതിയ ഉപ്പാക്ക് ഹിന്ദിയൊക്കെ അറിയാലോ. ഹിന്ദി, തമിഴ്, കന്നഡ, പഞ്ചാബി, ഇന്ത്യയിലെ ഒരുവിധ ഭാഷ ഒക്കെ കേരളത്തിൽക്കാര്. ഇംഗ്ലീഷ് അറിയാലോ. ഇംഗ്ലീഷ് ഇന്ത്യയിലെ ഭാഷ.
Logic. അതിന്റെ ഉപ്പാക്ക് ഒരു ഇലക്ഷൻ നിന്നാൽ ഈ ഓട്ടോറിക്ഷക്കാരെ വോട്ട് മാത്രം ജയിക്കാൻ അവനാണ് നമ്മൾ മാർക്കറ്റ് തിരിച്ചു പോയി കോഴിക്കോട് ഒരു ബിരിയാണി കഴിക്കുന്നവർ കണ്ടാം അവൻ പറ്റാതെന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോറിക്ഷക്കാരെ ചോദിക്കുമ്പോൾ ഇവിടെ നല്ല ബിരിയാണി കിട്ടാറ്. പക്ഷേ പുതിയ കസ്റ്റമർ കൊണ്ടുവന്നാൽ ഉസ്താദ് ഹോട്ടലിൽ മാത്രമേ അവർക്ക് ഒരു ബിരിയാണി ഫ്രീ കിട്ടുള്ളൂ. നൈസ് മാർക്കറ്റിംഗ്. ബിസിനസ് സെൻസ് ഉണ്ട്. മോനെ കരിയക്കാരന്റെ ബാപ്പന്റെ ബാപ്പയാണ് എല്ലാ കാര്യത്തിലും. മൂപ്പര് പോലത്തെ രാജ്യമെല്ലാം ചെയ്യാത്ത പണിയില്ല. പക്ഷേ ഈ സേവനം കണ്ടുപിടിച്ചപ്പോ കാശ് ഉണ്ടാക്കാൻ മാത്രം நிறைய சோஷியல் சர்வீஸ் பண்ணுவாரம்மோ. ഈ 2 ജാക്കറ്റ് വന്നിലേക്ക് വെക്ക്. പിടി. എന്താ ഈ 2 ജാക്കറ്റ് പിടി. ஆளு ஹேர் ஸ்டைல் மூட்டை தூக்க சொல்றீங்களேடா அண்ணன். ச்சே ഇല്ല കുടിച്ചു വേണം. ഇതിനകത്ത് എന്താ കാരണം ബിരിയാണി ഉണ്ടാക്കാനുള്ള ഐഡിയ ഏറ്റവും നല്ല മാത്രമല്ല കനം കൊണ്ട് നേരെ കനം കൊണ്ട് வெரி வெரி லைட்டுங்கிற மாதிரி. அது என்ன வண்டி அது அவ்வளோ நீளத்துக்கு? ഇത്താത്ത, ഏടായിരുന്നു വിളിച്ചത് നേരം? മോനെ അന്നെ ഞങ്ങൾ വിളിച്ചിട്ട് 24 പോലും ആയിട്ടില്ല. 24 മണിക്കൂറിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയോ? അബ്ദുള്ള അങ്കിള് പറഞ്ഞു. ഉപ്പുപ്പാക്ക് സുഖാണോടാ? നിങ്ങൾ ഓരോ വിഷയം അറിയാൻ വിളിച്ചാണോ? അന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ എപ്പോഴെങ്കിലും എതിര് നിന്നിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുത്ത വഴിയാണ്. ഉപ്പാൻ എടുത്തു പോകണമെന്നില്ല. നിങ്ങൾ ഉപ്പാനോട് എങ്ങനെയെങ്കിലും പറഞ്ഞ സാധനം തിരിച്ചു വാങ്ങിത്താ. ഞങ്ങൾക്ക് ലണ്ടനിലേക്ക് തിരിച്ചു പോകാനുള്ളതാ. ഹലോ ഹലോ ഹലോ. അപ്പൊ നിങ്ങൾ എപ്പോഴാ ഉപ്പാനോട് വർത്താനം പറയാൻ പോണേ? ഞങ്ങൾ എങ്ങനെയാ ഉപ്പാനോട്? അപ്പൊ ഞാൻ തിരിച്ചു പോവാ. அதுதானே எங்க பிளான். എന്നിട്ട് എന്നെ കൊണ്ട് 50 കിലോമീറ്റർ അടിക്കാൻ തമാശ വേണ്ട. സീരിയസ് ആയിട്ട് പറയും. ഹലോ ഹലോ. அவாய்ட் பண்ணிட்டாங்க. Can't be stupid for. அச்சோ இருந்த ஒன்றும் போச்சு. நோக்கியாவே டேமேஜ் ஆயிடுச்சு. ക്രിസ്റ്റീന. நிறைய பேருக்கு ட்ரீம் பாய் இல்ல. டைரக்ட் ഡെലിവറി പോയി. ജോയിന്റ് ഫാമിലി ആണല്ലേ? குக்கிங் இறங்கிட்டான் பாரு. வெளியே போன்ற மாதிரியா சொல்றாரு. வெரி சின்சியர். വേണ്ട ഓന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോണം. சம்பளத்துக்கு சேர்த்துட்டாரு. നിങ്ങൾക്ക് ഈ അക്കൗണ്ടിംഗ് ഒക്കെ ഒന്ന് കമ്പ്യൂട്ടറൈസ് ചെയ്താൽ എന്ത് എളുപ്പം അറിയും? ഇന്നത്തെ കണക്കൊന്ന് പറഞ്ഞാൽ 86 പൊറോട്ട, 14 മീൻകറി, 13 ചിക്കൻ കറി, 28 ചിക്കൻ ബിരിയാണി, 3 മുട്ട ബിരിയാണി. 31 സുലൈമാൻ. എല്ലാം സഹിക്കാത്ത പക്ഷെ ഉപ്പുപ്പാനെ കുക്ക് ചെയ്യാൻ സമ്മതിക്കണ്ട. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു പ്രൊഫഷണൽ ക്വാളിഫൈഡ് ഷെഫ് അല്ലേ. ஸ்விட்சர்லாந்துல போய் 3 இயர்ஸ் கத்துட்டு வந்திருக்காரு. அதானே சோ ச்சே ஒரு செஃப்க்கு இது எவ்வளவு பேசியா தெரியுமா? அவ்வளவுதான் வந்துருச்சு. ஏய் Perfect. நைஸ் நைஸ் நைஸ். அதே தூங்க போகுது. நைஸ். Practice makes a man perfect. കേടില്ല. മോനെ വയറ് നിറയ്ക്കാൻ ആരെ കൊണ്ടും പറ്റും. കഴിക്കുന്നവരെ മനസ്സ് നിറയണം. അതാണ് ശരിയായ കൈപുണ്യം. ஓகே இதோட பார்ட் 1 நிப்பாட்டிக்கலாம். நம்ம பார்ட் 2ல சந்திப்போம். பை Bye.